പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ജനുവരി 23 വ്യാഴം. പ്രധാന വാർത്തകൾ. യമനിൽ തടവിലാക്കപ്പെട്ടിരുന്ന ഗാലക്സി ലീഡർ ചരക്ക് കപ്പലിലെ ക്രൂ അംഗങ്ങളുടെ മോചനത്തിന് വഴിയൊരുക്കി ഒമാൻ. ഒമാന്റെ മാനുഷിക ശ്രമങ്ങളുടെ ഭാഗമായാണ് 25 പേരടങ്ങുന്ന സംഘത്തെ മോചിപ്പിക്കാൻ സാധിച്ചതെന്ന് ഒമാൻ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഫിലിപ്പിനോ, ബൾഗേറിയ, മെക്സിക്കോ, ഉക്രൈൻ, റൊമാനിയ പൗരന്മാരാണ് മോചിതരായത്. ഇവരെ സ്വന്തം നാടുകളിലേക്ക് കൊണ്ടുപോകുന്നതിനായി റോയൽ എയർഫോഴ്സ് ഓഫ് ഒമാൻ വിമാനത്തിൽ സനായിൽ നിന്നും മസ്കത്തിൽ എത്തിച്ചു. മസ്കത്തിലെത്തിയ സംഘത്തെ അധികൃതർ ചേർന്ന് സ്വീകരിച്ചു. മോചന നടപടികൾ പൂർത്തിയാക്കുന്നതിന് സഹായിച്ച ബന്ധപ്പെട്ട കക്ഷികളുടെ സഹകരണത്തിന് ഒമാൻ നന്ദി പറഞ്ഞു. ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബുസൈദിയും മുഴുവൻ കക്ഷികളോടും നന്ദി രേഖപ്പെടുത്തി. ഒമാൻ മുൻ അന്താരാഷ്ട്ര ഫുട്ബോൾ താരം അബുസലാം അമർ അൽ മുഖൈനി അന്തരിച്ചു. 36-ാം വയസ്സിലാണ് അന്ത്യം. പ്രതിരോധ താരമായിരുന്ന അബ്ദുൽ സലാം അൽ മുഖൈനി ദേശീയ ടീമിന് വേണ്ടി 70 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ബൂട്ട് കെട്ടിയിട്ടുണ്ട്. 2010-ൽ ദോഫാർ ക്ലബിലൂടെയാണ് താരം കരിയർ ആരംഭിച്ചത്. തുടർന്ന് ഒമാനും പുറത്തുമായി 100-ലധികം ക്ലബ്ബ് മത്സരങ്ങളും അദ്ദേഹം കളിച്ചു. UAE, സൗദി അറേബ്യ, കുവൈത്ത് എന്നിവിടങ്ങളിലെ മുൻനിര ക്ലബ്ബുകൾക്കായി കളിച്ച അബ്ദുൽ സലാം അൽ മുഖൈനി കുവൈത്ത് ക്ലബിനൊപ്പം ലീഗ് കിരീടമടക്കം സ്വന്തമാക്കിയിരുന്നു. ലോകത്തിലെ ഏറ്റവും മനോഹര രാത്രി നഗരങ്ങളുടെ പട്ടികയിൽ ഒമാൻ തലസ്ഥാനവും. ട്രാവൽ വാഗ് വെബ്സൈറ്റ് പുറത്തുവിട്ട മനോഹര രാത്രി നഗരങ്ങളിൽ 3-ാം സ്ഥാനത്താണ് മസ്കത്ത്. സൂര്യാസ്തമയത്തിന് ശേഷം അവിശ്വസനീയമാം വിധം മനോഹരമാകുന്ന ഈ നഗരം സഞ്ചാരികളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഇടം പിടിക്കേണ്ടതാണെന്നും വെബ്സൈറ്റ് അഭിപ്രായപ്പെട്ടു. 29.9 ആണ് തലസ്ഥാനത്തെ പ്രകാശ മലിനീകരണ തോത്. ഏറ്റവും കുറഞ്ഞ നിലയാണിത്. ഇതിനാൽ തന്നെ നഗരമധ്യത്തിൽ പോലും രാത്രിയിൽ നക്ഷത്രത്തെ എളുപ്പത്തിൽ കാണാൻ കഴിയും. വളഞ്ഞ ആകൃതിയിലുള്ള കടൽ തീരം വെള്ളത്തിൽ നിന്ന് ചന്ദ്രപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നു. കടലിനടുത്തുള്ള ഈ മനോഹര കാഴ്ചകൾ മനം മയക്കുന്നതാണ്. ഇവയെല്ലാം ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ നഗരങ്ങളിലൊന്നായി മസ്കത്തിനെ മാറ്റുന്നുവെന്നും ട്രാവൽ വാഗ് വെബ്സൈറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. ലോകത്തെ ഏറ്റവും മനോഹരമായ രാജ്യങ്ങളുടെ പട്ടികയിൽ നേരത്തെ ഒമാനും ഇടം നേടിയിരുന്നു. US ആസ്ഥാനമായുള്ള ഡിസൈൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ മാസികയായ വെറണ്ട തയ്യാറാക്കിയ 18 രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഒമാൻ ഉൾപ്പെട്ടത്. പട്ടികയിൽ മാലിദ്വീപ് 1-മതായും കോസ്റ്റോറിക്ക 2-മതുമാണുള്ളത്. ടാൻസാനിയ, US, പെറു, ജപ്പാൻ, ഐസ്ലാൻഡ്, കെനിയ, തായ്ലൻഡ്, നമീബിയ, ഗ്രീസ്, ന്യൂസിലൻഡ്, ചിലി, ഇറ്റലി, വിയറ്റ്നാം, സ്വിറ്റ്സർലൻഡ്, കാനഡ, ഒമാൻ എന്നിങ്ങനെയാണ് മറ്റ് രാജ്യങ്ങൾ വരുന്നത്. ഓരോ രാജ്യങ്ങളുടെയും കൗതുകമുണർത്തുന്ന വാസ്തുവിദ്യ, ഭൂപ്രകൃതി, ചരിത്ര പാരമ്പര്യങ്ങൾ തുടങ്ങിയവ മാഗസിൻ വിശദീകരിക്കുന്നുണ്ട്. ഒമാന്റെ പരമ്പരാഗത രീതികളെയും സംസ്കാരത്തെയും പരാമർശിക്കുന്നുണ്ട് മാഗസിൻ. ജബൽ അക്തർ പോലുള്ള ഒമാനിലെ പർവ്വതങ്ങളുടെ പ്രകൃതി സൗന്ദര്യവും രാജ്യത്തെ വേറിട്ടു നിർത്തുന്ന ആളുകളെയും കൃത്യമായി വെറണ്ട റിപ്പോർട്ടിൽ പറയുന്നു. ഉയർന്ന പർവ്വതങ്ങളും മണൽ നിറഞ്ഞ തീരപ്രദേശങ്ങളും മുതൽ നഗര കേന്ദ്രങ്ങൾ വരെയുള്ള അതിശയകരമായ സ്ഥലമായാണ് ഒമാനെ അവതരിപ്പിക്കുന്നത്. സുൽത്താൻ ഖാബൂസ് ഗ്രാൻഡ് മസ്ജിദിനെയും പരമ്പരാഗത ഒമാനി പാചകരീതിയെയും കുറിച്ചും വെറണ്ട തയ്യാറാക്കി. മസ്കത്ത് മെട്രോ പാത പ്രഖ്യാപിച്ച് ഗതാഗത, ആശയവിനിമയ, വിവരസാങ്കേതിക മന്ത്രാലയം. സുൽത്താൻ ഹൈതം സിറ്റിക്കും റൂവി CBDക്കും ഇടയിലായിരിക്കും മെട്രോ റൂട്ട് എന്നും പദ്ധതിയുടെ വിശദമായ പഠനം ഈ വർഷം ആരംഭിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. 2025-ലെ പദ്ധതികൾ വാർത്താസമ്മേളനത്തിൽ വിശദീകരിക്കവെയാണ് ഇക്കാര്യം അറിയിച്ചത്. കഴിഞ്ഞ വർഷം അവസാനത്തോടെ ലോജിസ്റ്റിക് മേഖലയിലെ സ്വദേശി വൽക്കരണ നിരക്ക് 21% ആയി. ആശയവിനിമയ വിവരസാങ്കേതിക മേഖലയിൽ സ്വദേശിവൽക്കരണം 38% ആയി ഉയരുകയും 2024-ൽ ഗതാഗത, വാർത്താവിനിമയ, വിവരസാങ്കേതിക മന്ത്രാലയം 29 ദശലക്ഷം റിയാലിന്റെ വരുമാനം നേടിയതായും മന്ത്രാലയം അറിയിച്ചു.
2020-24 കാലയളവിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള റോഡ് നിർമ്മാണം, പുനരധിവാസം, അറ്റകുറ്റപ്പണി പദ്ധതികൾ എന്നിവയുടെ ആകെ മൂല്യം 100 കോടി റിയാലിലധികം ആയിരുന്നു. ഈ വർഷം ഒമാനി ഭാഷാ മാതൃകയുടെ ആദ്യഘട്ടം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റുഡിയോ സ്ഥാപിക്കൽ, ദേശീയ ഓപ്പൺ ഡാറ്റ പ്ലാറ്റ്ഫോം, 4ാമത്തെ വ്യാവസായിക വിപ്ലവ കേന്ദ്രം പ്രവർത്തിപ്പിക്കൽ തുടങ്ങി നിരവധി പദ്ധതികൾ നടപ്പാക്കാൻ പദ്ധതിയിടുന്നു. 800 ദശലക്ഷത്തിലധികം റിയാലിന്റെയും 700 കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള 30 റോഡ് പദ്ധതികളും നടപ്പാക്കും. മത്ര കേബിൾ കാർ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പ്രാഥമിക നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. മസ്കത്ത് ഗവർണറേറ്റിലെ നിരവധി ഉദ്യോഗസ്ഥർ പ്രവൃത്തിസ്ഥലം സന്ദർശിച്ചു. പദ്ധതിയുടെ ഒരു സ്ഥലത്ത് മണ്ണെടുക്കുന്ന ജോലികൾ നടക്കുന്നുണ്ടെന്നും പ്രവേശനം നിയന്ത്രിച്ചിട്ടുണ്ടെന്നും കരാറിൽ അറിയിച്ചു. ഏകദേശം 12 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് മത്ര ഡെപ്യൂട്ടി വാലി കേബിൾ കാർ പദ്ധതിയും മത്ര കോട്ടയോട് ചേർന്നുള്ള മ്യൂസിയവും സന്ദർശിച്ച് പ്രവർത്തന പുരോഗതി വിലയിരുത്തി. റക്കായിസ് എന്ന പേരിലുള്ള കമ്പനിയാണ് പദ്ധതിയുടെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. കേബിൾ കാർ യാഥാർത്ഥ്യമാക്കുന്നതിനൊപ്പം പദ്ധതി നടത്തിപ്പ് ചുമതലയും കമ്പനിക്കായിരിക്കും. തലസ്ഥാനത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മത്രയിൽ ഒരുങ്ങുന്ന മത്ര കേബിൾ കാർ കോർണിഷിനോട് ചേർന്നുള്ള സ്ഥലത്ത് നിന്നാണ് ആരംഭിക്കുന്നത്. റക്കായിസ് എന്ന കമ്പനിയുടെ പദ്ധതിയുടെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. കേബിൾ കാർ യാഥാർത്ഥ്യമാക്കുന്നതിനോടൊപ്പം പദ്ധതി നടത്തിപ്പ് ചുമതലയും കമ്പനിക്കായിരിക്കും. കേബിൾ കാർ റൂട്ട് ഉൾപ്പെടെ നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. തലസ്ഥാനത്ത് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതാകും കേബിൾ കാർ. കോർണിഷിലെ ഫിഷ് മാർക്കറ്റ് സ്റ്റാൻഡിൽ നിന്നായിരിക്കും കേബിൾ കാർ യാത്ര ആരംഭിക്കുക. റിയാം പാർക്കിന് മുന്നിലായിരിക്കും അടുത്ത സ്റ്റോപ്പ്. ഡ്രൈവർമാർക്ക് വിശ്രമിക്കാനും പാനീയങ്ങൾ കുടിക്കാനുമുള്ള സ്റ്റോപ്പായി പ്രവർത്തിക്കും. പദ്ധതിയുടെ ആകൃതി ഏകദേശം 5 കിലോമീറ്റർ ദൂരത്തേക്ക് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വി പോലെയായിരിക്കും. ഒരാൾക്ക് 4 മുതൽ 6 റിയാൽ വരെ ചെലവ് വരുമെന്നാണ് കരുതുന്നത്. 34 കേബിൾ കാറുകളായിരിക്കും ഉണ്ടാകുകയെന്നാണ് ലഭിച്ച സൂചന. ഒമാൻ ദേശീയ ദിന അവധി നവംബർ 20, 21 തീയതികളിലായിരിക്കുമെന്ന് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് രാജകീയ ഉത്തരവ് പുറപ്പെടുവിച്ചു. ഒമാൻ ദേശീയ ദിനം ഇനി നവംബർ 20 ആയിരിക്കുമെന്ന് സുൽത്താൻ സ്ഥാനാരോഹണ ദിനത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് അനുസൃതമായി ഒമാന്റെ ദേശീയ ദിന അവധി നവംബർ 20, 21 തീയതികളിലായിരിക്കുമെന്ന് രാജകീയ ഉത്തരവ് നമ്പർ 88/2022 ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്തുകൊണ്ടാണ് രാജാവ് രാജകീയ ഉത്തരവ് നമ്പർ 15/2025 പുറപ്പെടുവിച്ചത്. കാണാത്ത കാഴ്ചകൾ ഇനിയുമേറെയുള്ള പ്രകൃതിയുടെ അത്ഭുതച്ചെപ്പുകൾ ഒളിപ്പിച്ചതാണ് ഒമാനിലെ കടലും കരയും. ഓരോ ദിവസങ്ങളിലും വ്യത്യസ്ത ദൃശ്യങ്ങളാണ് സഞ്ചാരപ്രിയർ പര്യവേഷണം നടത്തുന്നതും കണ്ടെത്തുന്നതും. ഇത്തരത്തിൽ ഒരു അത്ഭുത പ്രതിഭാസമാണ് ഇപ്പോൾ ഏവരുടെയും സംസാര വിഷയം. മസ്കത്തിനോട് ചേർന്നുള്ള ബന്ദർ അൽ ഖൈറാനിൽ കവര് പൂക്കുന്ന കാഴ്ച കണ്ണഞ്ചിപ്പിക്കുന്നതാണ്. നിലാവുള്ള രാത്രിയിൽ വെള്ളത്തിൽ തിളങ്ങുന്ന കവരിന് ആരാധകർ നിരവധിയുണ്ട്. ബന്ദർ അൽ ഖൈറാനിൽ ബോട്ടിലേറിയും കയാക്കിംഗ് ചെയ്തും രാത്രിയിലെ ഈ മനോഹര കാഴ്ചകൾ കാണാനാകും. കവരിന്റെ ദൃശ്യഭംഗി ആസ്വദിക്കാൻ നിരവധി പേരാണ് ഇപ്പോൾ ഇവിടെ എത്തുന്നത്. നിശ്ചിത തുക നൽകി ബോട്ടിലും കയാക്കിംഗ് വഞ്ചിയിലും പോയി കവര് ആസ്വദിക്കാൻ ബന്ദർ അൽ ഖൈറാനിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ബയോലൂമിനസെൻസ് എന്നറിയപ്പെടുന്ന കവര് പ്രകൃതിയിലെ തന്നെ ഒരു പ്രതിഭാസമാണ്. ഒപ്റ്റിലൂക്ക സെന്റിലൻസ് എന്ന കടൽ ജീവിയുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ജൈവദീപ്തിയാണ് കവര് എന്ന പേരിൽ അറിയപ്പെടുന്നത്. തണുത്ത വെളിച്ചം എന്ന് ഇതിനെ അറിയപ്പെടുന്നുണ്ട്. ആൽഗെ, ബാക്ടീരിയ തുടങ്ങിയ ജീവികൾ അവയുടെ ശരീരത്തിൽ നിന്നും പുറപ്പെടുവിക്കുന്ന ഒരു തരം പ്രകാശമാണിത്. ഇവരുടെ ശരീരത്തിലെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഇത്തരം പ്രകാശം പുറപ്പെടുവിക്കുന്നത്. ശത്രുക്കളിൽ നിന്നുള്ള സ്വയം രക്ഷയ്ക്കായും ഇണയെ ആകർഷിക്കാനുമൊക്കെ ഈ പ്രകാശം സഹായിക്കുന്നു എന്നാണ് കരുതുന്നത്. വെള്ളം ഉളക്കി ഓളമുണ്ടാക്കി ഈ നിലവെളിച്ചത്തെ സൃഷ്ടിക്കാൻ കഴിയും. തണുപ്പേറിയുള്ള ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിലാണ് കവര് കൂടുതൽ കാണപ്പെടുന്നത്. കടൽ വെള്ളത്തിൽ ഉപ്പിന്റെ അളവ് കൂടുന്തോറും പ്രകാശം വർദ്ധിക്കും. മഴക്കാലത്ത് കവര് അപ്രത്യക്ഷമാകുകയും ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്.
എന്നാൽ മത്സ്യത്തൊഴിലാളികൾക്ക് കവര് അത്ര ഇഷ്ടകാര്യമല്ല. മീനിന് വല ഇട്ടിരിക്കുന്ന പ്രദേശത്ത് കവര് അടഞ്ഞുകൂടും. ഇത് ആ ഭാഗത്ത് വെളിച്ചമുണ്ടാക്കാനും ഇതുവഴി മീനുകൾ വരാതിരിക്കാനും ഇടയാക്കും. ഇതുമൂലം കവരടിക്കുന്ന സമയത്ത് മത്സ്യലഭ്യത കുറയുമെന്നും മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.